എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ശോഭ റാണി. കഴിഞ്ഞ വീഡിയോയിൽ അന്തർയോഗിയെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് അതിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ അന്തർയോഗിയും ജ്യോതിഷവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് അതിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പൗരാണിക ശാസ്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇന്നും പക്ഷെ നിരവധി പേർക്ക് സംശയം അതൊരു അന്ധമായ ശാസ്ത്രമാണ്, അന്ധവിശ്വാസമാണ് എന്നൊക്കെയാണ്. അതിലൂടെ അന്ധമായ അറിവുകൾ അല്ലെങ്കിൽ തെറ്റായ അറിവുകൾ പകർന്നു കൊടുക്കുന്നവരുണ്ടാകാം. പക്ഷെ ആ ശാസ്ത്രം എന്ന് പറയുന്നത് അഗാധമായി പഠിക്കേണ്ട, ഇനിയും ഗവേഷണം ചെയ്യപ്പെടേണ്ട ഒരു ശാസ്ത്രം തന്നെയാണ്. അത്ര എളുപ്പത്തിൽ പഠിക്കാവുന്നതുമല്ല. വളരെ ഗഹനമായ ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, അതുപോലെയുള്ള മറ്റ് പല കമ്പ്യൂട്ടർ, മാത്തമാറ്റിക്സ്, ഇങ്ങനെയുള്ള പല നോളജുള്ള ഒരു വ്യക്തിക്കാണ് അത് കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കുക. എന്നാലും അതിന് പൂർണ്ണമായി പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അന്തർയോഗിയും ജ്യോതിഷവും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കുക. അതിന് മുഴുവനും പറയണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് പോകാൻ മാത്രമേ ഒരു വീഡിയോയിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ജ്യോതിഷം എന്ന് പറയുന്ന 12 രാശികളുണ്ട്. ഈ 12 രാശികൾ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ 12 ഭാഗങ്ങളായിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഓരോ ഭാഗത്ത് കൂടിയും ഈ ജനിക്കുന്ന സമയത്ത് ഊർജ്ജ തരംഗങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ആ ഊർജ്ജ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വിവിധ ഗ്രഹങ്ങളിൽ നിന്നെത്തുന്ന ഊർജ്ജ തരംഗങ്ങളാണ്. അതിൽ സൂര്യനുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അതിനെ കാണാവുന്നത് കൊണ്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റ് ഗ്രഹങ്ങളുടെ രശ്മികൾ നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ അതിൽ ഭൂമിയിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് ശാസ്ത്രം അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ ചന്ദ്രനെക്കുറിച്ച്, ചന്ദ്രൻ വളരെ സൗമ്യനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. എങ്കിലും ഭൗമമണ്ഡലത്തിലെ ജലത്തെ ചലിപ്പിക്കാൻ, സഞ്ചരിപ്പിക്കാൻ, നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ, മഴ ലഭിക്കാനോ ലഭിക്കാതിരിക്കാനോ ഉള്ള സാഹചര്യം, ഇതെല്ലാം ചന്ദ്രബലം കൊണ്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന ഉപഗ്രഹം ഇല്ല എങ്കിൽ ഭൂമിയിൽ ഒരു ജലമണ്ഡലം നിലനിൽക്കില്ല. അപ്പോൾ അത്ര പ്രാധാന്യമാണ് ചന്ദ്രനുള്ളത്. ശരീരത്തിൻ്റെ 70-75% ജലമാണ്. അപ്പോൾ ശരീരത്തിൽ മാത്രമല്ല, ഭൂമിയിലെ ഭൗമമണ്ഡലത്തിൽ ഈ ജലത്തിൻ്റെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്ന പോലെ തന്നെ ശരീരത്തിനകത്തെ ജലത്തിൻ്റെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്നതും ചന്ദ്രനാണ്. അപ്പോൾ ജാതകത്തിൽ സൂര്യൻ തുടങ്ങി നവഗ്രഹങ്ങളെയും അതിൻ്റെ സ്ഥാനത്ത് ഈ ജനിക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണോ അത് നിന്നിരുന്നത് എന്ന് കണക്ക് കൂട്ടാനുള്ള ആ വിദ്യ തന്നെ ഇന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം ആവശ്യമാണ്. ഇനി ഈ ഗ്രഹങ്ങൾ എല്ലാ രാശികളിലും നിൽക്കുന്നില്ല. ചില രാശികളിൽ ഒരു ഗ്രഹമാണെങ്കിൽ ഒന്നിലേറെ ഗ്രഹങ്ങൾ മറ്റു രാശികളിൽ ഉണ്ടാകാം. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ആകർഷണ വികർഷണ ഫലങ്ങൾ ഉണ്ടാകാം. ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന രശ്മികൾ ശരീരത്തിനകത്ത് തരംഗങ്ങളായി സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ 72,000 നാഡികൾ ശരീരത്തിലുള്ളതിൽ കുറേ വഴികളിൽ, കുറേ പാതകളിൽ, എനർജിയുടെ ചാനലുകളിൽ ഈ ഊർജ്ജസഞ്ചാരം ധാരാളമായിട്ട് ലഭ്യമായതുകൊണ്ട് ആ ചാനലൊക്കെ നന്നായി ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. കുറേ ഭാഗങ്ങൾ ആക്ടിവേറ്റഡ് അല്ല. അപ്പോൾ ബുദ്ധിയുടെ ആ രശ്മികളാണ്, അല്ലെങ്കിൽ നമ്മുടെ ജാതകം എടുത്തു നോക്കുമ്പോൾ ബുധൻ നിൽക്കുന്ന രാശി ബലഹീനമാണ് എങ്കിൽ ബുദ്ധിപരമായ കാര്യത്തിന് ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് മറ്റ് ചില മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ചില ഗ്രഹങ്ങൾ, സൂര്യൻ നിൽക്കുന്ന രാശി ദുർബലമാണ് എങ്കിൽ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ചില മാർഗങ്ങൾ, മറ്റ് മാർഗങ്ങൾ, ആ ലഭ്യമല്ലാതെ പോയ ഊർജത്തെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മറ്റ് പല മാർഗങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യയുടെ ഒരു കൾച്ചർ എടുത്തു നോക്കിയാൽ വൈവിധ്യമാർന്ന പല മാർഗങ്ങളിലൂടെ ഈ മനുഷ്യ ശരീരത്തെ ഊർജ്ജസ്വലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പല സ്രോതസ്സുകളിൽ നിന്ന് ഈ എനർജിയെ സ്വീകരിക്കാൻ വേണ്ടുന്ന ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മൾ ഒരുക്കി വച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും.
അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഒരു ആത്മീയത അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അറിവ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ക്ഷയിക്കാത്തതാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്നതിൻ്റെ കാരണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ശാസ്ത്രങ്ങൾ കുറേ പേരിലൂടെ എക്കാലത്ത് നിലനിൽക്കും. അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനി തിരിച്ച് അന്തർയോഗയിലേക്ക് വരുമ്പോൾ, ഈ ജ്യോതിഷത്തിൽ പറയുന്ന ചില ഏരിയകളിൽ ഊർജ്ജസഞ്ചാരം കുറവാണ് എന്ന് പറയുന്ന അതിനെ നമുക്ക് വീക്ക് പോയിന്റ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഭൂമിയിൽ ഒരിക്കലും പൂർണ്ണമായിട്ടും എല്ലാ കഴിവുകളോടും കൂടിയിട്ട് ഒരു മനുഷ്യൻ ജനിക്കുന്നില്ല. അത് അവതാരങ്ങളായാൽ പോലും അവരിലും നമുക്ക് ചില കുറവുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ചില മനുഷ്യരുടെ ജന്മസമയത്ത് ഗ്രഹങ്ങൾ തെറ്റായ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ ശരീരം കൊണ്ട് നേടാവുന്ന നേട്ടങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി അവർ പരിശ്രമിച്ച് മറ്റു മാർഗങ്ങളിലൂടെ കൂടുതൽ ശക്തി ആർജിച്ച് എപ്പോഴും ശരീരത്തെ ഊർജ്ജസ്വലപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ജീവിത ശൈലിയായിട്ട് മാറ്റേണ്ടി വരും. ഇപ്പോൾ യോഗയൊക്കെ ആണെങ്കിൽ അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ആവർത്തിക്കുന്നതിൻ്റെ കാര്യം ശരീരത്തിന് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ കുറവായി ലഭിച്ചിട്ടുള്ള ചില ശക്തികളെ അതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അന്തർയോഗ എടുക്കുമ്പോൾ, അന്തർയോഗ പഠിക്കാനായിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവരുടെ ശരീരത്തിലെ വീക്ക് പോയിൻറ്റ്സ് ആണ് കണ്ടെത്തുക. വീക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ജ്യോതിഷപ്രകാരമാണെങ്കിൽ ഗ്രഹനില വെച്ചിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 12 രാശികളിൽ എവിടെയൊക്കെ ഗ്രഹങ്ങൾ അനുകൂലമാണ്, എവിടെയൊക്കെ ഗ്രഹങ്ങൾ അനുകൂലമല്ല എന്ന്, അല്ലെങ്കിൽ എവിടെയൊക്കെ ഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ മറ്റ് അതിൻ്റെ ശക്തി കുറയ്ക്കുന്ന സാഹചര്യങ്ങളിൽ മറ്റ് ഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്നു, ഇതൊക്കെ അതിൽ നോക്കിയേക്കാം. ഇനി ജ്യോതിഷം അറിഞ്ഞുകൂടെങ്കിൽ പോലും അന്തർയോഗയിൽ വരുമ്പോൾ ശരീരത്തെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പഴയ കാലത്തെ വൈദ്യന്മാർ ചെയ്തിരുന്നത് അതാണ്. അവർ നാടി പിടിച്ച് നോക്കും, കണ്ണ് തുറന്ന് നോക്കും, നാവ് നീട്ടി നോക്കും, അതുപോലെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കും. ഇപ്പോൾ പക്ഷെ അങ്ങനെ ഒരു വിശദമായ പരിശോധനയൊന്നും ആധുനിക മെഡിക്കൽ സയൻസിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അധികം ഇൻസ്ട്രുമെൻസിൻ്റെ ഉപയോഗം കൊണ്ട് ചില പ്രത്യേക ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ മാത്രമാണ് കാണുന്നത്. പക്ഷേ യോഗയിലായാലും ആയുർവേദത്തിലായാലും ജ്യോതിഷത്തിലായാലും ശരീരത്തെ ഒരു മുഴുവൻ ആയിട്ടുള്ള ഒരു ഒന്നായി കണ്ടുകൊണ്ടാണ് അതിൻ്റെ ശക്തികളും ദൗർബല്യങ്ങളും നമ്മൾ വിലയിരുത്തുന്നത്. അന്തർയോഗയിൽ ആദ്യം തന്നെ ശരീരത്തിൻ്റെ ഘടന നമുക്ക് വിസിബിളാണ്. തലയുടെ ഘടന എങ്ങനെയാണ്, കണ്ണിൻ്റെ എങ്ങനെയാണ്, ചെവിയുടെ, മൂക്കിൻ്റെ, പല്ലിൻ്റെ, അതുപോലെ കഴുത്ത്, ഷോൾഡർ, ചെസ്റ്റ് ബോൺ, ബാക്ക് ബോൺ. ബാക്ക് ബോൺ വളരെ പ്രധാനമാണ്. 32 കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കേർവിൻ്റെ ഡീവിയേഷൻസ്, അതുപോലെ അതിൻ്റെ പ്രൊജക്ഷൻസ്, അതിൻ്റെ ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് സൈഡിലേക്കുള്ള വളവുകൾ, കർവിൻ്റെ, അതെല്ലാം നമ്മൾ ശരിയായ തരത്തിൽ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ വരുന്നത് ജോയിൻറ്റുകളാണ്. അപ്പോൾ ജോയിൻറ്റുകൾ നമ്മൾ നല്ല മാതിരി പഠിക്കണം. ജോയിൻറ്റുകൾ, അതുപോലെ വിരലുകളുടെ നീളങ്ങൾ, വിരലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ്, പാദത്തിൻ്റെ ഘടന, മുട്ടിൻ്റെ ഘടന, കണങ്കാലിൻ്റെ കർവിൻ്റെ ഡീവിയേഷൻ, മൊത്തത്തിലുള്ള ശരീരത്തിൻ്റെ ആകൃതി, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആദ്യം നോക്കി മനസ്സിലാക്കി പഠിക്കും. ചില കാര്യങ്ങൾ അവരോട് ചോദിക്കും. ഇനി വീണ്ടും അവർക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അവരെ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു സർഫസിൽ കിടത്തിയിട്ട് നമ്മൾ ചില മെത്തേഡ്സ് അവർക്ക് കൊടുക്കും. അതിനകത്ത് സ്ട്രെച്ച് വരുന്നുണ്ട്, അതുപോലെ ലോങ്ജിറ്റ്യൂഡിനൽ ബ്രീത്തിങ് വരുന്നുണ്ട്. പിന്നെ അവരുടെ ബാലൻസിങ്, ശരീരത്തിൻ്റെ ബാലൻസിങ് നോക്കുന്നുണ്ട്. പിന്നെ 2 ഷോൾഡറിൻ്റെയൊക്കെ റൊട്ടേഷൻ എടുക്കുന്ന സമയത്തുള്ള സ്ട്രെയിൻ നോക്കുന്നുണ്ട്. നെക്കിൻ്റെ, അതുപോലെ മുട്ടിൻ്റെയൊക്കെ റൊട്ടേഷൻ്റെ സ്ട്രെയിൻ നമ്മൾ അവരോട് അത് ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ കാലൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന സ്ട്രെയിൻ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ചിലർക്ക് സ്ട്രെയിൻ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ചില മൂവ്മെൻറ്റ്സ് ചിലർക്ക് പറ്റാണ്ട് വരും. ചില സമയങ്ങളിൽ ബ്രീത്ത് എടുക്കുമ്പോൾ അവർക്ക് ചുമ പോലെയുള്ള വിമ്മിഷ്ടങ്ങൾ വരും.
അതോടൊപ്പം തന്നെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് പ്രോബ്ലംസ് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിനെ കോറിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലസ് അതിൻ്റെ കൂടെ ഈ ജ്യോതിഷത്തിൻ്റെ ആ കുറിപ്പും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇവരുടെ ശരീരത്തിലെ ഡ്രോബാക്സ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലെ എനർജി സഞ്ചാരം കുറവുള്ള ഏരിയകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ടാണ് കറക്ഷൻസ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ കറക്ഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ചില ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒന്ന്, ഭൂമി അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറങ്ങുന്ന ഭൂമി നമ്മുടെ നാഡികളിലൂടെയുള്ള സഞ്ചാരത്തെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ കിടന്നുകൊണ്ട് ഒരു പായയുടെ മുകളിൽ അല്ലെങ്കിൽ ഒരു യോഗമാറ്റിൻ്റെ മുകളിൽ കിടന്നുകൊണ്ട് മാത്രമാണ് ഈ അന്തർയോഗയിൽ പ്രോസസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഭഗവാന്റെ യോഗനിദ്ര പോലെ തന്നെ ഭൂമിയുടെ 4/3 ഭാഗം ജലവും ബാക്കി മാത്രമാണ് കരയുള്ളത്. ഈ കരയായിട്ടിരിക്കുന്നതിൻ്റെ അടിയിലും വലിയ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട്, മണ്ണിൽ ജലസാന്നിധ്യമുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ശരിയായി ഒരു ധാരണയോട് കൂടിയിട്ടാണ് ഈ ഭൂമിയിൽ കിടക്കുന്നത്. ഇനി അങ്ങനെ കിടന്നതിന് ശേഷം നമ്മൾ നമ്മുടെ വീക്ക് പോയിൻറ്റ്സിനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിലേക്കുള്ള ശക്തികളെ ആവാഹിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് ഈ ഭൂമിക്ക് എവിടെ നിന്നാണോ ശക്തികൾ ലഭിക്കുന്നത് അതേ സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്കും ശക്തികൾ ലഭ്യമാകുന്നത്. ഭൂമിക്ക് ലഭിക്കുന്നതിൽ നിന്ന് ഒരു ഭാഗം ആഹാര പദാർത്ഥങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാത്തത് പഞ്ചഭൂതങ്ങളിലൂടെ, വായുവിലൂടെ, അഗ്നി, അതുപോലെ സ്പേസിൻ്റെ ചുരുങ്ങൽ, വികസിക്കൽ, ജലം, ഇതിലൂടെയൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും എങ്ങനെ കൺസ്യൂം ചെയ്യണം, എങ്ങനെ അതിൻ്റെ സഞ്ചാരത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം, ഇതൊക്കെ അന്തർയോഗയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അന്തർയോഗയിൽ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജലത്തെ തന്നെയാണ്. കാരണം യോഗനിദ്രയിൽ ഭഗവാൻ ജലത്തിലാണ് കിടക്കുന്നത്. ഈ ജലത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തിൻ്റെ ഏതാണ്ട് 75% ജലമാണ്. ഈ ജലമില്ല എങ്കിൽ ഒരു ജീവിക്കും ഭൂമിയിൽ ജീവിക്കുക സാധ്യമല്ല, ഭൂമിയുടെ നിലനിൽപ്പും സാധ്യമല്ല. അപ്പോൾ ജലമണ്ഡലം ഒന്നാകെ, അത് വായുരൂപത്തിലായാലും ജലരൂപത്തിലായാലും ഐസുകട്ടയുടെ രൂപത്തിലായാലും അത് തമ്മിൽ ഒരു ബാലൻസിങ് പ്രിൻസിപ്പിൾ ഉണ്ട്. ജലമാവിയായാൽ വീണ്ടും വേറ്റൊരിടത്ത് മഴ പെയ്ത് അത് ബാലൻസ് ചെയ്യും. അതുപോലെ ജലം മഞ്ഞായിട്ട് ഉരുകിയിട്ട് അത് ലിക്വിഡ് രൂപത്തിലാകുന്നുണ്ട്, ലിക്വിഡ് ഗേഷ്യസ് ആകും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഭൂമിക്ക് ചുറ്റുമുള്ള ജലമണ്ഡലത്തിൻ്റെ ഒരു ബാലൻസിങ് എല്ലായ്പ്പോഴും നിലനിന്ന് പോരുന്നുണ്ട്. അതേപോലെ ശരീരത്തിനകത്തും ഈ ജലത്തിൻ്റെ ആ കണ്ടൻറ്റ് ഒരു ബാലൻസിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ കുടിക്കുന്ന ജലം, ആ ജലത്തിലൂടെ നമ്മൾ ആവാഹിക്കുന്ന ശക്തി, ആ ശക്തിയുടെ ബലം കൊണ്ട് ശരീരത്തിനകത്ത് നടക്കുന്ന ക്ലീനിങ്, മറ്റു കാര്യങ്ങൾ, ദഹന പ്രക്രിയകൾ, ശരീരത്തിൻ്റെ ബലം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അടിസ്ഥാനപരമായ ധാരണയോട് കൂടിയിട്ടാണ് ഈ അന്തർയോഗ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഒരു വ്യായാമ രീതി എന്നുള്ള തലത്തിലല്ല. ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള അറിവാണ്, സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യമാണ്, ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. വേഗത ഇതിനകത്ത് വരുന്നില്ല. വളരെ ശ്രദ്ധയോടെ സാവകാശം മാത്രം ചെയ്യുന്ന ഒരു രീതിയിലാണ് അന്തർയോഗം ചെയ്യുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ജലത്തിൽ ഏതാണ്ട് എല്ലാ തരത്തിലുള്ള ഊർജവും കളക്ട് ചെയ്യാൻ സാധിക്കും. അഗ്നി ജലത്തിൽ ശേഖരിക്കാൻ സാധിക്കും. വൈദ്യുതി ജലത്തിൽ സഞ്ചരിക്കുന്ന ഒന്നാണ്. അതുപോലെ കാന്തിക ശക്തി, കാരണം ജലത്തിലെ ഓരോ തന്മാത്രയ്ക്കും H+OH- എന്ന് പറഞ്ഞിട്ടൊരു കാന്തികമായിട്ടുള്ളൊരു പവർ ഓരോ മോളിക്യൂളിനുണ്ട്. അപ്പോൾ കാന്തിക ബലം, പിന്നെ അതുപോലെ ജലത്തിൽ ലയിച്ചു ചേരാത്ത സാധനങ്ങൾ, എത്ര സോലിബിലിറ്റി കുറഞ്ഞ വസ്തുവാണെങ്കിൽ പോലും ജലത്തിൽ ഒരു പരിധി വരെ അതിൻ്റെ അയോൺസിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയൊക്കെ ലയിപ്പിക്കാനുള്ള കഴിവ്, പിന്നെ ജലം നല്ലൊരു കണ്ടക്റ്റിംഗ് മീഡിയമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ജലത്തിലൂടെ ശേഖരിക്കുന്ന ശക്തിയുടെ അളവെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ ശക്തി, ശിവൻ എന്ന് പറയുന്ന 2 സങ്കല്പങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ ശക്തി എന്ന് പറയുന്നത്
നമ്മൾ യഥാർത്ഥത്തിൽ ശരീരത്തിലെ ജലത്തിൽ ശേഖരിക്കപ്പെടുന്ന ശക്തിക്ക് തന്നെയാണ്. അതിലെല്ലാ ശക്തികളും ലയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചേരുന്നുണ്ട്, കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിനെ സഞ്ചരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, അതിനെ ചക്രകളിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് പല പ്രവർത്തനങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാൻ ഈ ജലത്തിൻ്റെ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രയധികം പ്രാധാന്യമുണ്ട് ശരീരത്തിന് ജലവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ജലം എപ്പോഴും ഭൂമിക്ക് അതിൻ്റെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് കിടന്ന് മാത്രം ചെയ്യുന്ന ഒരു വളരെ സൂക്ഷ്മ രീതിയിലുള്ള ഒരു യോഗ മെത്തേഡാണ് അന്തർയോഗ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.